അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ റെസിപ്പി കടലപ്പരിപ്പ് കൊണ്ടുള്ള പ്രഥമനാണ്. അതിനായി 120 ml കപ്പിൽ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഓണമൊക്കെ വരാൻ പോകുമല്ലേ, അപ്പോൾ നമുക്കിഷ്ടമുള്ള പ്രഥമനുകളൊക്കെ തയ്യാറാക്കാം. ഇത് ഇപ്പം ഞാൻ ചെയ്യുന്നത് കടലപ്പരിപ്പ് കൊണ്ടുള്ള പ്രഥമനാണ്. അപ്പോൾ പഴം പ്രഥമൻ, അടപ്രഥമൻ, അങ്ങനെ പലതരത്തിലുള്ള പ്രഥമനുകളും സേമിയ പായസങ്ങളും ഒക്കെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ചെയ്യുന്നത് കടലപ്പരിപ്പ് പായസമാണ്, കടലപ്പരിപ്പ് പ്രഥമൻ. അപ്പം അതിനായി ഞാൻ എടുത്തിരിക്കുന്ന കടലപ്പരിപ്പ് തന്നെയാണ്, ചെറുപരിപ്പ് എടുക്കരുത്. ഇത് കടലപ്പരിപ്പാണ്, നമ്മൾ വടയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പാണ് കടലപ്പരിപ്പ്. ആ പരിപ്പ് തന്നെയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അതായത് വലിയ പരിപ്പ്. അത് 2-3 വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിക്കിട്ടും. ഒരു പരിപ്പിന് ഒരു മണമുണ്ടല്ലോ, ആ മണമൊക്കെ 2-3 വെള്ളം കഴുകുമ്പോൾ ഒരുവിധം ഒന്ന് മാറിക്കിട്ടും. അതിന് ശേഷം നമുക്ക് ഒരു കുക്കറിനകത്തോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് ഈ ഊറ്റിയെടുത്തിരിക്കുന്ന പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറത്തക്ക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ നെയ്യിൽ വറുത്തതിൻ്റെ ഒരു ടേസ്റ്റും കൂടി നമ്മുടെ പ്രഥമന് കിട്ടും. ആ രീതിയിലാണ് ഞാനിവിടെ കടല പരിപ്പ് പ്രഥമൻ വെക്കുന്നത്. അങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഞാനൊരു 5 വിസിൽ കേൾക്കുന്ന വരെ അടുപ്പിൽ വെച്ച് വേവിച്ചാണ് എടുക്കുന്നത് കുക്കറിനകത്ത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന പരിപ്പിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കണം. ഞാൻ ഒരുപാടങ്ങ് വേവിച്ചങ്ങ് മഷി പോലെ ആക്കുന്നില്ല. ഒന്ന് ഉടഞ്ഞ് ഒന്ന് ഉടയാതെ ആ ഒരു രീതിയിലാണ് ഞാൻ ഈ പരിപ്പ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഒരുപാടങ്ങ് മഷി പോലെ ഇരിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മിക്സിയിലൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുകയും ചെയ്യാം. ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. പരിപ്പ് വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മാഷർ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. അത് മാത്രമേ ഞാൻ ഈ പരിപ്പിൽ ചെയ്യുന്നുള്ളൂ. മിക്സിയിലൊന്നും ഇട്ട് അടിക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് പായസമൊക്കെ നമ്മുടെ ഈ പ്രഥമനൊക്കെ റെഡിയായി കിട്ടുമ്പോഴത്തേക്ക് നല്ല ഒരു രീതിയിലാണ് നമുക്ക് ഈ പ്രഥമൻ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് അടിക്കാതെ ഈ കുക്കറിനകത്ത് തന്നെ വെച്ച് ഒരു സ്മാഷർ വെച്ച് നല്ലതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പരിപ്പ് വേവിക്കുമ്പം തന്നെ ഞാനൊരു അല്പം ഉപ്പും കൂടെ ചേർത്താണ് പരിപ്പ് വേവിച്ചെടുക്കുന്നത്. അന്നേരം നല്ലൊരു സ്വാദായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന ശർക്കര ഉരുക്കിയെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു വലിയ വലിയ അച്ച് ശർക്കരയാണ് ഉരുക്കാനെടുത്തിരിക്കുന്നത്. ഒരല്പം വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് ഉരുക്കിയെടുക്കാം. അതിനുശേഷം ഈ പ്രഥമനാവശ്യമായ തേങ്ങാപ്പാൽ റെഡിയാക്കി എടുക്കാനായിട്ട് തേങ്ങയൊന്ന് മിക്സിയിൽ ചതച്ചെടുക്കുക. അപ്പോൾ ഞാൻ ചിരട്ടയിൽ നിന്ന് തേങ്ങ അടത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെയാണ് മിക്സിയിലിട്ട് പൊടിച്ചാണ് എടുക്കുന്നത്. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് 1-ാം പാൽ റെഡിയാക്കി എടുക്കാം. അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് 2-ാം പാലും കൂടെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ 1ഉം 2ഉം പാൽ മാത്രമേ ഞാൻ ഈ പ്രഥമന് ചേർക്കുന്നുള്ളൂ. അങ്ങനെ 1ഉം 2ഉം പാൽ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നമുക്ക് കടലപ്പരിപ്പ് പ്രഥമൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കാം. അടിപൊളി ടേസ്റ്റാണ് ഈ കടലപ്പരിപ്പ് പ്രഥമനല്ല, നല്ല ടേസ്റ്റാണെങ്കിലും ഓരോന്നിനും ഓരോ രുചിയാണ്. അപ്പോൾ കടലപ്പരിപ്പിന് നല്ല ടേസ്റ്റാണ്. എനിക്കങ്ങനെയാണ് തോന്നിയിട്ട്. കടലപ്പരിപ്പ് പ്രഥമന് നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മൾ ഈ രീതിയിലൊക്കെ തയ്യാറാക്കി നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലുമൊക്കെ വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ 1ഉം 2ഉം പാലൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന പരിപ്പിൻ്റെ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ പരിപ്പ് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ഈ പരിപ്പ് ഞാനൊന്ന് ഇളക്കി ഒരു സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് പിടിച്ച് നോക്കിയപ്പോൾ നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ തന്നെയാണ് പരിപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കുന്നില്ല. അപ്പം മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുക്കേണ്ടവർക്ക് ഒന്ന് പരിപ്പ് നന്നായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു മാഷർ കൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുവിധം നന്നായിട്ട് ഉടച്ചെടുക്കും. പിന്നെ ഞാനിത്
പ്രഥമനൊക്കെ ആക്കി കഴിയുമ്പോഴത്തേന് പരിപ്പ് നന്നായിട്ട് വെന്ത് ഒരുവിധം നന്നായിട്ട് അതിനകത്ത് അങ്ങ് പിന്നെ ഉടഞ്ഞ് ചേർന്ന് കിടക്കുന്നതായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിലും വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ പരിപ്പ് നമ്മൾ പ്രഥമൻ കഴിക്കുമ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടി നമ്മൾ പഴമിട്ടൊക്കെ ഞെവിടുമ്പോൾ നല്ല ഒരു രീതിയിൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റുന്നതാണ്. പരിപ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടിപ്പോയെന്ന് പറഞ്ഞും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം പരിപ്പല്ലേ, അത് കുറച്ച് കഴിഞ്ഞ് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേന് നല്ല അങ്ങ് റെഡിയായി കിട്ടും. ഇനി ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു ഉരുളിയാണ്. ആ ഉരുളിയിലോട്ട് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച ശേഷം നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയും കൂടെ അരിച്ച് ഇതിനകത്തോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ഞാൻ ഈ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പ് തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ബാക്കി എളുപ്പമാണ് നമുക്ക് ഈ പരിപ്പ് പ്രഥമൻ വെക്കാൻ. അങ്ങനെ ആ ശർക്കരയെല്ലാം ഒന്ന് തിളച്ച് വന്ന ഉടനെ ഞാൻ ആ പരിപ്പ് എല്ലാം കൂടെ ഉടച്ചത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ശർക്കര പാനിയൊക്കെ ഈ പരിപ്പിൽ നന്നായിട്ട് നമുക്കൊന്ന് പിടിച്ച് കിട്ടണം. ആ രീതിയിൽ നമുക്ക് ഈ ശർക്കര പാനിയും പരിപ്പും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ പരിപ്പിനകത്ത് ഈ മധുരം എല്ലാം കയറി പിടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ പ്രഥമൻ ശരിയാവുകയുള്ളൂ. അതിനുവേണ്ടി നമ്മളിത് നന്നായിട്ട് ഈ ശർക്കര പാനിയൊക്കെ ഈ പരിപ്പിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ കുറേ നേരം ഇട്ട് നമ്മളൊന്ന് തിളപ്പിച്ച് എടുക്കണം. ഇപ്പം നമ്മുടെ പരിപ്പൊക്കെ ഒന്ന് ഉടഞ്ഞും ഉടയാതെയൊക്കെയാണ് കിടക്കുന്നത്. അത് കാര്യമാക്കേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് റെഡി ആയിക്കോളും. അങ്ങനെ ശർക്കര പാനിയിൽ കിടന്ന് നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് ശർക്കര പാനിയൊക്കെ പിടിച്ച് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടെ നല്ല പരിപ്പിലൊക്കെ മധുരം കയറി പിടിച്ച് മധുരമൊക്കെ ആയിട്ടുണ്ട്. പരിപ്പും ശർക്കരയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള 2ാം പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2ാം പാല് ഞാൻ കുറച്ച് കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എല്ലാം ചേർക്കുന്നില്ല. ഞാൻ വേറെ ആവശ്യത്തിനും കൂടെ എടുത്തിട്ടുള്ളത് കൊണ്ട് ഞാനിതിൽ ആവശ്യമായിട്ടുള്ള പാല് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ 2ാം പാല് ചേർത്ത വശം തന്നെ പിന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും ഇട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുമ്പോൾ ഇതൊന്ന് ലൂസായിട്ടിരിക്കും. ഇനി ഈ പാലിൽ കിടന്ന് ഒന്നുകൂടെ ഒന്ന് വെന്ത് കുറുകിയതിന് ശേഷമാണ് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇനിയും കുറച്ച് നേരവും കൂടെ അടുപ്പിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. പരിപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഇത് കുറുകി കിട്ടുകയും ചെയ്യും. പരിപ്പ് പായസം ഇച്ചിരി നമ്മൾ ലൂസായിട്ട് ഇറക്കി തന്നെ വെക്കണം. ഇറക്കി വെക്കുമ്പോൾ പരിപ്പ് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അറിയാമല്ലോ, പെട്ടെന്ന് അതങ്ങ് കുറുകിപ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇച്ചിരി ലൂസായിട്ട് വേണം പ്രഥമൻ എപ്പോഴും തയ്യാറാക്കിയിട്ട് ഇറക്കി വെക്കാൻ. ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് തണുക്കുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടിയിരിക്കും. എനിക്ക് ആ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത് ഒന്നുകൂടെ 2ാം പാലിലിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം തലപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരുന്ന കട്ടിപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അപ്പോൾ ആ പാൽ ഒഴിച്ചപ്പോഴും ഒന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. അത് കാര്യമാക്കേണ്ട, കാരണം പരിപ്പായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ കുറുകി കിട്ടും. ഇനിയിപ്പോൾ നമ്മൾ ഒരു ചെറു തീയിലിട്ട് ഒരു മിനിറ്റും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചുക്കുപൊടിയും ജീരകപ്പൊടിയും 2-3 ഏലക്കയുമാണ്. ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ പരിപ്പ് പായസത്തിന് മസ്റ്റായിട്ട് ചേർത്തിരിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പരിപ്പായതുകൊണ്ട് തന്നെ ചുക്കും ഏലക്കയും ജീരകപ്പൊടിയൊക്കെ നമ്മുടെ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാവാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും മുന്തിരിയും ഒക്കെ ഇതിനകത്തോട്ട് ആവശ്യത്തിന് നെയ്യ് വറുത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പരിപ്പ് പ്രഥമൻ, കടലപ്പരിപ്പ് പ്രഥമനാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്രഥമനാണ്. അത് മിക്ക വീടുകളിലും ഏതെങ്കിലുമൊക്കെ പ്രഥമനുകൾ കാണും. അപ്പോൾ ആ കൂട്ടത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്രഥമനാണ് കടലപ്പരിപ്പ് പ്രഥമൻ. ഇത് നമുക്ക് പഴം കൂട്ടി പപ്പടം കൂട്ടിയൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.